മാർക്കറ്റ് മിർച്ചി ആപ്ലിക്കേഷനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ മൊബൈലിൽ മാർക്കറ്റ് മിർച്ചി ആപ്പ് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കും. ഇനി പറയുന്നവയും പഠിക്കും. മാർക്കറ്റ് മിർച്ചിയിലൂടെ എല്ലാ കാർഷിക ഗ്രാമീണ ഉൽപ്പന്നങ്ങളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യാവുന്നതാണ്. സൗജന്യമായി പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്, എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മാർക്കറ്റ് ലിങ്കേജുകൾ നേടുക പൂർണ്ണമായും സൗജന്യമാണ്. മാർക്കറ്റ് മിർച്ചി ഒരു പാൻ ഇന്ത്യ മൂവ്മെന്റ് ആണ്. ഇത് ഒരു സൗജന്യ ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. കാർഷിക ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത് വികസിപ്പിക്കുന്നത്. മാർക്കറ്റ് മിർച്ചി ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. നിങ്ങളുടെ പരസ്യങ്ങൾ ഇടനിലക്കാരില്ലാതെ പോസ്റ്റ് ചെയ്യാൻ കഴിയും. ഇന്ത്യക്കകത്തും പുറത്തും സൗജന്യമായി നേരിട്ട് കാർഷിക ഗ്രാമീണ മാർക്കറ്റിംഗ് നടത്താൻ കഴിയും. ഉപയോക്താക്കൾക്ക് നേരിട്ട് സൗജന്യമായി ബന്ധപ്പെടാം. കർഷകർ, കർഷക സംഘടനകൾ, സ്വയം സഹായ ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് ഇത് ഉപയോഗപ്രദമാണ്. കരകൗശല തൊഴിലാളികൾക്ക് അതിൽ നിന്ന് പ്രയോജനം നേടാം. അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഇത് ഒരു തടസ്സങ്ങളുമില്ലാതെ പ്രവർത്തിക്കുന്നു. മാർക്കറ്റ് മിർച്ചിയെ സിതാര ഡിപ്പാർട്ട്മെന്റ് IIT ബോംബെ പിന്തുണയ്ക്കുന്നു. നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഒരു വെബ് ബ്രൗസർ തുറക്കുക. അഡ്രസ് ബാറിൽ marketmirchi.com ടൈപ്പ് ചെയ്യുക. ഇത് വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. പ്ലേ സ്റ്റോറിലേക്ക് പോവുക. സെർച്ച് സെക്ഷനിൽ മാർക്കറ്റ് മിർച്ചി ടൈപ്പ് ചെയ്യുക. മാർക്കറ്റ് മിർച്ചി ആപ്ലിക്കേഷൻ ദൃശ്യമാകുന്നു. ഇൻസ്റ്റാൾ ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു. ഞാൻ ഇത് തുറക്കട്ടെ. എങ്ങനെയാണ് മിർച്ചി ആപ്ലിക്കേഷൻ മൊബൈലിൽ കാണപ്പെടുന്നത് എന്ന് നോക്കാം. മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ഇപ്പോൾ പഠിക്കാം. വെബ്സൈറ്റിന് ഞാൻ ആപ്ലിക്കേഷനായി വിശദീകരിക്കുന്ന അതേ ഘട്ടങ്ങൾ പാലിക്കുക. ഇപ്പോൾ മാർക്കറ്റ് മിർച്ചി ഇംഗ്ലീഷിലും പ്രധാന ഇന്ത്യൻ ഭാഷകളിലും ലഭ്യമാണ്. ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ വലത് കോണിൽ സെലക്ട് ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഭാഷകൾ കാണാം. ഞാൻ തമിഴിൽ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷന്റെ മുഴുവൻ ഉള്ളടക്കവും തമിഴിലേക്ക് മാറുന്നു. അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരു ഭാഷ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇംഗ്ലീഷിലേക്ക് മടങ്ങട്ടെ. അടുത്തതായി ഹോം പേജിലെ 3 പ്രധാന ടാബുകൾ നമുക്ക് കാണാം. ഓരോ വിഭാഗത്തിലും പോയി ബന്ധപ്പെട്ട ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ സെൽ, പിന്നീട് ബൈ, ജോബ്സ് എന്നിവ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ വീണ്ടും സെൽ ക്ലിക്ക് ചെയ്യും. മഞ്ഞ നിറത്തിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഫ്രീ സെയിൽസ് ആഡ് ബട്ടൺ കാണാം. ഈ ബട്ടണിന് ചുവടെ കാറ്റഗറി ലിങ്കുകളുടെ ഒരു ലിസ്റ്റ് കാണാം. ക്ലിക്ക് ലിങ്ക്സ് ബിലോ ടു സെർച്ച് സെല്ലേഴ്സ് ഇൻ ഈച്ച് കാറ്റഗറീസ് എന്ന മെസ്സേജ് കാണാം. ഈ ലിങ്കുകൾ വിൽപ്പനക്കാരെ തിരയാൻ സഹായിക്കുന്നു. ഓരോ കാറ്റഗറിയിലും പോസ്റ്റ് ചെയ്ത പരസ്യങ്ങളിൽ വേഗത്തിൽ നോക്കുക. നിങ്ങളുടെ പരസ്യം പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാറ്റഗറി തീരുമാനിക്കാൻ ഇത് സഹായിക്കും. ഞാൻ ഫ്രൂട്ട്സ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. പോസ്റ്റ് ചെയ്ത പരസ്യങ്ങൾ ഉപയോഗിച്ച് ഒരു പുതിയ പേജ് തുറക്കുന്നു. അടുത്തതായി വിൽക്കുന്നതിന് ഒരു പരസ്യം എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ഹോം പേജിലേക്ക് പോവുക. അങ്ങനെ ചെയ്യുന്നതിന് പേജിന്റെ മുകളിൽ ഇടത് കോണിലേക്ക് പോവുക. 3 ഹൊറിസോണ്ടൽ ലൈനുകളിൽ ക്ലിക്ക് ചെയ്ത് ഹോം ക്ലിക്ക് ചെയ്യുക. ഈ ലൈനുകൾ ആപ്ലിക്കേഷന്റെ മെനു ആണെന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ പരസ്യങ്ങൾ സൗജന്യമായി പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് ഫ്രീ സെയിൽസ് ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ പേജ് തുറന്നു എന്ന് പറയുന്നു. ഇപ്പോൾ 26 വിഭാഗങ്ങളുണ്ട്. അടുത്ത ഘട്ടം വളരെ പ്രധാനമാണ്. നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കായി ശരിയായ കാറ്റഗറി ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. പരസ്യം പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു കോൾ ലിസ്റ്റ് കാണും. ഈ കോൾ ലിസ്റ്റിന് നിങ്ങൾ തിരഞ്ഞെടുത്ത വിഭാഗങ്ങളിൽ നിന്നുള്ള കോണ്ടാക്ട് വാങ്ങുന്നവരുടെ കോണ്ടാക്ട് നമ്പറുകളുണ്ട്. ഉദാഹരണത്തിന്, ചോളം വിൽക്കാൻ ഞാൻ ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളുടെയും വിഭാഗം തിരഞ്ഞെടുക്കും. യുവർ സെലക്ടഡ് മെയിൻ കാറ്റഗറി ഫോർ സെയിൽ ഗ്രെയിൻസ് ആൻഡ് പൾസസ് എന്ന ഹെഡിംഗ് ഉള്ള പേജ് തുറക്കുന്നു. ആവശ്യമായ എല്ലാ ഫീൽഡുകളും പൂരിപ്പിക്കുക. ആസ്റ്ററിക് ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ ഫീൽഡുകൾ നിർബന്ധമാണ്.
സബ് കാറ്റഗറി തിരഞ്ഞെടുക്കുന്നതിന് ആദ്യ ഫീൽഡിന്റെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ മെയ്സ് തിരഞ്ഞെടുക്കും. അടുത്ത വരി ഹെഡിംഗ് ഫോർ സെയിൽ. ഇവിടെ നിന്ന് പരസ്യ ഹെഡിംഗ് നൽകണം. വാങ്ങുന്നവർക്ക് തിരയുമ്പോൾ ദൃശ്യമാകുന്നത് പോലെ നിങ്ങളുടെ പരസ്യ ഹെഡിംഗ് വിവേകപൂർവ്വം തിരഞ്ഞെടുക്കുക. ഹെഡിംഗ് 50 ക്യാരക്ടേഴ്സ് കവിയുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഞാൻ മെയ്സ് അവൈലബിൾ ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി തലക്കെട്ട് നൽകും. നിങ്ങളുടെ ഉൽപ്പന്നം ഓർഗാനിക് ആണെങ്കിൽ അതേ തലക്കെട്ടിൽ നിങ്ങൾക്ക് അത് പരാമർശിക്കാം. അടുത്തത് സെയിൽ ഡീറ്റെയിൽസ് ഫീൽഡാണ്. നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം, തരം മുതലായവ പോലുള്ള എല്ലാ വിശദാംശങ്ങളും ഇവിടെ നിങ്ങൾക്ക് എഴുതാം. ഞാൻ സബർകാന്ത വെറൈറ്റി എന്നെഴുതാം. അടുത്തത് പ്രൈസ് ഫീൽഡ്. എണ്ണത്തിൽ മാത്രം വില പരാമർശിക്കുക. റുപ്പീസ് തുടങ്ങിയവ ചേർക്കരുത്. ചുവടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഒരു വാചകം കാണും. ഇഫ് നെഗോഷ്യബിൾ സിംപ്ലി പുട്ട് 0 ഇൻ ദ ബോക്സ്. സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ വില മാറ്റാനാകില്ലെങ്കിൽ 0 എന്നെഴുതുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പരസ്യം പ്രസിദ്ധീകരിക്കുമ്പോൾ ഇത് മാറ്റാവുന്ന വിലയായി ദൃശ്യമാകും. അതിനാൽ ഞാൻ 0 എന്നെഴുതാം. അടുത്തത് യൂണിറ്റ് സെക്ഷൻ. ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഉൽപ്പന്നത്തിന് kg, ക്വിന്റൽ, ടൺ മുതലായ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് അനുയോജ്യമായ യൂണിറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ ക്വിന്റൽ തിരഞ്ഞെടുക്കും. അവസാനമായി ഓൾഡ് യൂസർ ലോഗിൻ പിന്നെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നീ 2 ബട്ടണുകൾ കാണാം. ഞാൻ ആദ്യമായി മാർക്കറ്റ്മിർച്ചി ആപ്ലിക്കേഷനിൽ ഒരു പരസ്യം പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യും. സ്വകാര്യ വിശദാംശങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പുതിയ പേജ് ദൃശ്യമാകുന്നു. ആസ്റ്ററിക് ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ ഫീൽഡുകൾ പൂരിപ്പിക്കുന്നത് നിർബന്ധമാണെന്ന് ശ്രദ്ധിക്കുക. ആദ്യം നെയിം ഫീൽഡിൽ ഞാൻ എൻ്റെ പേര് പ്രിയ എന്ന് എഴുതാം. അടുത്തത് അഡ്രസ് ഫീൽഡാണ്. ഇവിടെ ഞാൻ സെക്കൻഡ് ക്രോസ്, മംഗലഗിരി, ഗുണ്ടൂർ എന്നിവ എഴുതാം. അടുത്തതായി ഡിസ്ട്രിക്ട് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിവിധ ജില്ലാ പേരുകൾ കാണാം. ഞാൻ ഗുണ്ടൂർ തിരഞ്ഞെടുക്കും. അടുത്തത് ഇമെയിൽ ID ഫീൽഡാണ്. നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതും എഴുതാൻ കഴിയും. നിർബന്ധമല്ലാത്തതിനാൽ ഞാൻ അത് ശൂന്യമായി വിടും. ഇവിടെ ആസ്റ്ററിക് ഇല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാണെന്ന് ശ്രദ്ധിക്കുക. ഈ മൊബൈൽ നമ്പർ നിങ്ങളുടെ യൂസർ നെയിമായി കണക്കാക്കുമെന്ന് ഓർമ്മിക്കുക. ഈ മൊബൈൽ നമ്പറിൽ എല്ലാ സന്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ നൽകും. അടുത്തതായി ഒരു പാസ്വേഡ് സൃഷ്ടിക്കുക. ഞാനൊരു ലളിതമായ പാസ്വേഡ് 123 സൃഷ്ടിക്കുകയും അടുത്ത ബോക്സിൽ ഇത് വീണ്ടും സ്ഥിരീകരിക്കുകയും ചെയ്യും. അവസാനമായി ചുവടെയുള്ള പോസ്റ്റ് ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കുറച്ചു നിമിഷങ്ങൾ കാത്തിരിക്കുക. ഒരു പോപ്പപ്പ് സന്ദേശം ദൃശ്യമാകുന്നു. ഡയറക്ട്ലി കോൾ ഇൻട്രസ്റ്റഡ് ബയേഴ്സ്. You can directly call potential buyers on this page. Click on the call button in front of the buyer. I have understood. ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ പേജ് തുറക്കുന്നു. ഇത് എല്ലാ വാങ്ങുന്നവരുടെയും ഒരു ലിസ്റ്റ് കാണിക്കുന്നു. ചോളം വാങ്ങാൻ താൽപ്പര്യമുള്ളവരുടെ ആക്റ്റീവ് റാങ്കും കാണിക്കും. ഓരോ വാങ്ങുന്നയാൾക്കും എതിരായി കോൾ ബട്ടണുകൾ നൽകിയിട്ടുണ്ട്. ഈ ട്യൂട്ടോറിയലിൽ പിന്നീട് ആക്റ്റീവ് റാങ്ക് എന്തെന്ന് നോക്കാം. ആദ്യ വരിയിലെ ആദ്യ വാങ്ങുന്നയാളുടെ കോൾ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യും. പരസ്യദാതാവിന്റെ മൊബൈൽ നമ്പർ ടൈറ്റിലിന് മുകളിൽ ചുവന്ന നിറത്തിലാണ്. ഫോൺ ഐക്കണിനൊപ്പം ഇത് ദൃശ്യമാകും. വാങ്ങുന്നയാളുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഫോൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. മറ്റ് പരസ്യദാതാക്കളുടെ മൊബൈൽ നമ്പറും നിങ്ങൾക്ക് കാണാം. പട്ടികയിൽ നിന്ന് വാങ്ങുന്നവരെ വിളിച്ച് നിങ്ങളുടെ മാർക്കറ്റ് ലിങ്കേജുകൾ വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ പരസ്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SMS PTGയിൽ നിന്ന് ഒരു SMSഉം വാട്സപ്പ് സന്ദേശവും ലഭിക്കും. മാർക്കറ്റ് മിർച്ചിയിലെ ബൈ സെക്ഷനിലേക്ക് ഇതിന് ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാൻ താൽപ്പര്യമുള്ളവർ സമീപിക്കാം. നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കായി അവ തിരയുന്നതിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും.
അടുത്തതായി ആക്റ്റീവ് റാങ്കിനെ കുറിച്ച് അറിയാൻ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് മടങ്ങാം. മെനുവിൽ പോയി ഹോം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ഓൾ സെല്ലേഴ്സ്, സെർച്ച് ആക്റ്റീവ് സെല്ലേഴ്സ് എന്നീ 2 ലിങ്കുകൾ കാണാം. സെർച്ച് ഓൾ സെല്ലേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഞാൻ പോസ്റ്റ് ചെയ്ത ചോള പരസ്യം നമുക്കിപ്പോൾ കാണാൻ കഴിയും. തുടക്കത്തിൽ നിങ്ങൾ മാർക്കറ്റ് മിർച്ചിയിൽ ഒരു പരസ്യം പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആക്റ്റീവ് റാങ്ക് 1 ആയിരിക്കും. നിങ്ങൾ കൂടുതൽ വാങ്ങുന്നവരെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ആക്റ്റീവ് റാങ്ക് വർദ്ധിക്കും. ഒരു വാങ്ങുന്നയാൾ നിങ്ങളെ വിളിച്ചാലും നിങ്ങളുടെ ആക്റ്റീവ് റാങ്ക് വർദ്ധിക്കും. ഓരോ കോളിനും നിങ്ങൾക്ക് 2 പോയിന്റുകൾ നേടും. ഉദാഹരണത്തിന്, നിങ്ങൾ 5 വാങ്ങുന്നവരെ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ് റാങ്ക് 11 ആയിരിക്കും. അതുപോലെ 5 വാങ്ങുന്നവർ നിങ്ങളെ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ് റാങ്ക് 21 ആയിരിക്കും. ഈ രീതിയിൽ മാർക്കറ്റ് മിർച്ചിയിൽ നിങ്ങളുടെ ആക്റ്റീവ് റാങ്ക് വളർത്താൻ കഴിയും. നിങ്ങളുടെ മാർക്കറ്റ് ലിങ്കേജുകൾ പട്ടികയിൽ നിന്ന് വാങ്ങുന്നവരെ വിളിച്ച് അത് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ ആക്റ്റീവ് റാങ്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള എളുപ്പവും പെട്ടെന്നുള്ള മാർഗവുമാണിത്. അടുത്തതായി ഉയർന്ന ആക്റ്റീവ് റാങ്കിന്റെ നേട്ടങ്ങൾ നമുക്ക് നോക്കാം. മെനുവിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഹോം ക്ലിക്ക് ചെയ്യുക. സെർച്ച് ആക്റ്റീവ് സെല്ലേഴ്സ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഉയർന്ന ആക്റ്റീവ് റാങ്കുള്ള വിൽപ്പനക്കാരെ മുകളിൽ കാണിക്കും. അടുത്തതായി വാങ്ങുന്നതിനായി ഒരു പരസ്യം എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് പഠിക്കാം. മെനുവിൽ നിന്ന് ഹോമിലേക്ക് പോവുക. ബൈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പോസ്റ്റ് ഫ്രീ ബൈ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെൽ സെക്ഷന് സമാനമായി നിങ്ങൾക്ക് ഇവിടെ 26 കാറ്റഗറീസ് കാണാം. ഞാൻ വിത്തുകൾ സീഡ്സ് കാറ്റഗറി തിരഞ്ഞെടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പുതിയ പേജ് ദൃശ്യമാകുന്നു. ഫീൽഡുകൾ ഓരോന്നായി ഫിൽ ചെയ്യാൻ ആരംഭിക്കാം. സെലക്ട് സബ് കാറ്റഗറി ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ദേശി തിരഞ്ഞെടുക്കും. ഗ്രീൻ പംകിൻ സീഡ്സ് എന്ന ഹെഡിംഗ് കൊടുക്കും. ബൈ ഡീറ്റെയിൽസ് സെക്ഷനിൽ ഞാൻ ഹൈ ആൻഡ് ഡെൻസിറ്റി മീഡിയം സൈസ്ഡ് സീഡ്സ് എന്ന് എഴുതുകയും ചെയ്യും. അടുത്ത പ്രൈസ് സെക്ഷനിൽ ഞാൻ 0 ടൈപ്പ് ചെയ്യും. യൂണിറ്റ് സെക്ഷനിൽ ഞാൻ ക്വിൻ്റൽ തിരഞ്ഞെടുക്കും. നമ്മൾ ഇതിനകം രജിസ്റ്റർ ചെയ്തതിനാൽ ഇപ്പോൾ ഓൾഡ് യൂസർ ലോഗിൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഇവിടെ എൻ്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്യും. അത് എൻ്റെ മൊബൈൽ നമ്പർ ആണ്. പാസ്വേഡ് നൽകുക. ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ലോഗിൻ വിശദാംശങ്ങൾ സേവ് ചെയ്യാം. ചെയ്യുന്നതിന് ലോഗിനിൽ റിമെമ്പർ മീ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പോപ്പപ്പ് സന്ദേശം ദൃശ്യമാകുന്നു. ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ പേജിൽ വിത്തുകളുടെ എല്ലാ വിൽപ്പനക്കാരുടെയും പട്ടിക ദൃശ്യമാകുന്നു. നിങ്ങൾ കൂടുതൽ വിൽപ്പനക്കാരുമായി ബന്ധപ്പെടുമ്പോൾ മാർക്കറ്റ് മിർച്ചിയിൽ നിങ്ങളുടെ ആക്റ്റീവ് റാങ്ക് വർദ്ധിക്കും. വാങ്ങൽ വിഭാഗത്തിൽ സജീവ വാങ്ങലുകാരുടെ പട്ടികയിൽ നിങ്ങൾ മുകളിലായിരിക്കും. നിങ്ങൾക്ക് ഒരു SMS-ഉം വാട്സപ്പ് സന്ദേശവും ലഭിക്കും. ഈ സന്ദേശത്തിൽ മാർക്കറ്റ് മിർച്ചിയുടെ ഹെൽപ്പ് ലൈൻ മാർക്കറ്റ് മിർച്ചി കോൺടാക്ട് നമ്പർ ഉണ്ട്. നിങ്ങളുടെ ബൈ പരസ്യം പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സന്ദേശം സെൽ സെക്ഷനിലേക്ക് ഒരു ലിങ്ക് നൽകും. നിങ്ങൾക്ക് വിൽപ്പനക്കാരെ സമീപിക്കാനുള്ള ഒരു ലിങ്കും ഉണ്ട്. മാർക്കറ്റ് മിർച്ചി ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെന്റ് ആവശ്യപ്പെടുന്നില്ല. മാർക്കറ്റ് മിർച്ചി ഒരു സൗജന്യ ഓപ്പൺ സോഷ്യൽ മിഷനാണ്. നിങ്ങളുടെ ആക്റ്റീവ് റാങ്കിന്റെ മുൻഗണന യാന്ത്രികമായി വർദ്ധിക്കും. കൂടുതൽ വിൽപ്പനക്കാരെയോ വാങ്ങുന്നവരെയോ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റ് ലിങ്കേജുകൾ നിർമ്മിക്കാൻ കഴിയും. ഇത് മാർക്കറ്റ് മിർച്ചിയിൽ നിങ്ങളുടെ ആക്റ്റീവ് റാങ്ക് വർദ്ധിപ്പിക്കും. ഇപ്പോൾ മെനുവിലേക്ക് പോവുക. മൈ ആഡ്സ് ക്ലിക്ക് ചെയ്യുക. മൈ സെയിൽ ആഡ്സ്, പിന്നെ മൈ ബൈ ആഡ്സ്. കീഴിൽ നിങ്ങളുടെ എല്ലാ പോസ്റ്റ് ചെയ്ത പരസ്യങ്ങളുടെയും പട്ടിക നിങ്ങൾക്ക് കാണാൻ കഴിയും. മൈ സെയിൽ ആഡ്സിന് കീഴിൽ എഡിറ്റ്, ഫോട്ടോസ് എന്നീ 2 ഓപ്ഷനുകൾ ഉണ്ട്. നിങ്ങളുടെ പോസ്റ്റ് ചെയ്ത പരസ്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നു. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ സേവ് ക്ലിക്ക് ചെയ്യുക. മാറ്റങ്ങളൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്തതിനാൽ ക്യാൻസൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സ്വയം പോസ്റ്റ് ചെയ്ത പരസ്യം ഇല്ലാതാക്കാൻ കഴിയില്ല. മാർക്കറ്റ് മിർച്ചിയുടെ ടെക്നിക്കൽ ടീമിന് ഇത് ചെയ്യാൻ കഴിയും. ഉൽപ്പന്നത്തിന്റെ ഫോട്ടോ ചേർക്കാൻ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. ചൂസ് ഫയൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ ചോളത്തിന്റെ ചിത്രം ഞാൻ തിരഞ്ഞെടുക്കും.
ഇപ്പോൾ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ഉൽപ്പന്നത്തിന്റെ ഫോട്ടോയ്ക്കൊപ്പം പരസ്യം ഇപ്പോൾ പ്രദർശിപ്പിക്കും. അടുത്തതായി ജോബ് സെക്ഷനിൽ പരസ്യങ്ങൾ എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. മെനുവിൽ പോയി ഹോം ക്ലിക്ക് ചെയ്യുക. ജോബ്സ് ക്ലിക്ക് ചെയ്യുക. കാർഷിക ഗ്രാമീണ മേഖലകളുമായി മാത്രം ബന്ധപ്പെട്ടവയാണ് ജോബ്സ് എന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെയെങ്കിലും നിയമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോസ്റ്റ് ഫ്രീ ജോബ്സ് ആഡിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പോസ്റ്റ് ഫ്രീ ബയോഡേറ്റ ക്ലിക്ക് ചെയ്യുക. മെനുവിലേക്ക് മടങ്ങുക. മൈ ആഡ് റെസ്പോൺസസ് ക്ലിക്ക് ചെയ്യുക. ഓരോ സെക്ഷനും കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രതികരണങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഉദാഹരണത്തിന് മൈ സെയിൽ അലേർട്സ്, മൈ ബൈ അലേർട്സ്, മൈ ജോബ് അലേർട്സ്. നിങ്ങൾക്ക് ഒരു SMS-ഉം വാട്സപ്പ് സന്ദേശവും ലഭിക്കും. ഈ SMS-ൽ നിങ്ങളുടെ പരസ്യത്തിനായി താൽപ്പര്യമുള്ള ഉപഭോക്താവിന്റെ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹെൽപ്പ് പരിശോധിക്കാം. മെനുവിലേക്ക് മടങ്ങുക. ഹെൽപ്പ് ക്ലിക്ക് ചെയ്യുക. മാർക്കറ്റ് മിർച്ചി ഉപയോഗിക്കുന്നതിന് ഫലപ്രദമായി നിർദ്ദേശങ്ങൾ ഇവിടെ കണ്ടെത്താം. നിങ്ങളുടെ ഭാഷ ഇവിടെ തിരഞ്ഞെടുക്കാം. സെലക്ട് ലാംഗ്വേജിലേക്ക് പോവുക. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാഷ തിരഞ്ഞെടുക്കുക. മെനുവിലേക്ക് പോവുക. മിഷൻ, മേരാ മൊബൈൽ, മേരാ മാർക്കറ്റിംഗ് എന്നിവയിൽ ക്ലിക്ക് ചെയ്യുക. മാർക്കറ്റ് മിർച്ചി ദൗത്യം ഇവിടെ വിശദീകരിച്ചു. പേജിന്റെ ചുവടെ പോയി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വിജയകഥകളുള്ള ഒരു പുതിയ പേജ് തുറക്കുന്നു. ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാകൂ എന്നത് ശ്രദ്ധിക്കുക. നമുക്ക് സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇനി പറയുന്നവ പഠിച്ചു. മാർക്കറ്റ് മിർച്ചി ആപ്പ്. നമ്മൾ ഇതും പഠിച്ചു. മാർക്കറ്റ് മിർച്ചിയിലൂടെ എല്ലാ കാർഷിക ഗ്രാമീണ ഉൽപ്പന്നങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. സൗജന്യമായി പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്യാം. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മാർക്കറ്റ് ലിങ്കേജുകൾ നേടുക. പൂർണ്ണമായും സൗജന്യവുമാണ്. മാർക്കറ്റ് മിർച്ചി ഉപയോഗിച്ച് നിങ്ങളുടെ കാർഷികവും ഗ്രാമീണ ബിസിനസ്സുമായി വളരാം. ഇത് നമ്മുടെ ഗ്രാമീണ ഇന്ത്യയെ തിളക്കമുള്ളതാക്കും. ഏത് സഹായത്തിനും ഈ ദൗത്യത്തിന്റെ ചീഫ് മെന്റർ പ്രഗതി ഗോഖലെ ബന്ധപ്പെടുക. ഈ വീഡിയോ സൃഷ്ടിച്ചത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ്, IIT ബോംബെ ഫോം മിഷൻ, മേരാ മൊബൈൽ, മേരാ മാർക്കറ്റിംഗ് എന്നിവരാണ്. നന്ദി.